സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒ ഹെൻറി എഴുതിയ ഗിഫ്റ്റ് ഓഫ് മേജൈ, ക്രിസ്തുമസ് സമ്മാനം എന്ന കഥ കേൾക്കാം. ഡെല്ല ആ നാണയത്തുട്ടുകൾ പലതവണ എണ്ണി നോക്കി. $1.87. എത്ര പാടുപെട്ടാണ് അവ സമ്പാദിച്ചത്. പച്ചക്കറിക്കാരനോട് തർക്കിച്ചും ഇറച്ചിക്കടക്കാരനോട് വിലപേശിയും നേടിയ സമ്പാദ്യം. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയ നാണയത്തുട്ടുകൾ. ഒരു ചെറിയ നിറം മങ്ങിയ വാടക വീട്ടിലാണ് ഡെല്ലയും ജെയിംസ് ഡില്ലിംഗ്ഹാം യങ്ങും താമസിക്കുന്നത്. വീടെന്ന് പറയാൻ തന്നെ കഴിയുകയില്ല. യാചകർക്ക് പോലും ഒരുപക്ഷെ ഇതിലും നല്ല ഭവനങ്ങളാവും ഉണ്ടാവുക. ജീവിതത്തിൻ്റെ നെരിപ്പോടിനുള്ളിൽ കിടന്ന് പൊള്ളുകയാണ് ആ യുവദമ്പതികൾ. മൂന്നാമത്തെ പ്രാവശ്യം എണ്ണിക്കഴിഞ്ഞിട്ടും തുകയിൽ ഒരു പെനി പോലും അവൾക്ക് കൂടുതൽ കാണാൻ പറ്റിയില്ല. തൊട്ടടുത്ത ദിവസം ക്രിസ്തുമസ് ആണ്. കീറിപ്പറിഞ്ഞ് നിറം വെടിഞ്ഞ നരച്ച കിടക്കയിൽ തളർന്നിരുന്ന് ഡെല്ല തേങ്ങിക്കരഞ്ഞു. അല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ അവൾക്കുണ്ടായിരുന്നില്ല. ആഴ്ചയിൽ $8 വാടക കൊടുക്കേണ്ടുന്ന ചെറിയ ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത്. അതിനു മുന്നിൽ അവ്യക്തവും ഭംഗിയില്ലാത്തതുമായ ഒരു ചെറിയ നെയിം ബോർഡുണ്ട്. മിസ്റ്റർ ജെയിംസ് ഡില്ലിംഗ്ഹാം യങ് എന്നാണ് അതിന്മേൽ എഴുതിയിട്ടുള്ളത്. ആ പേരിൻ്റെ ആദ്യപക്ഷമായ ഡില്ലിംഗ്ഹാം, അതിൻ്റെ ഉടമയ്ക്ക് ആഴ്ചയിൽ $30 വരുമാനമുണ്ടായിരുന്ന സമയത്ത് ഇളങ്കാറ്റിൽ തലയാട്ടുന്ന തളിർ ഇലയുടേതിന് സമമായ ഒരഭിമാനം കാത്തുവെച്ച് പെരുമാറിയിരുന്നു. ആ വരുമാനം ആഴ്ചയിൽ $20 ചുരുങ്ങിയപ്പോൾ ഡില്ലിംഗ്ഹാം എന്ന പേര് സാഹചര്യ സമ്മർദ്ദങ്ങൾ മൂലം വെറും ഒരു D ചുരുങ്ങാൻ വ്യഗ്രത കാണിക്കും പോലെ. എങ്കിലും സായാഹ്നങ്ങളിൽ മിസ്റ്റർ ജെയിംസ് ഡില്ലിംഗ്ഹാം യങ് വീടെത്തുമ്പോൾ വീട്ടമ്മയായവൾ അയാളെ പ്രിയപ്പെട്ട ജിം എന്ന് വിളിച്ചുകൊണ്ട് മുറുകെ പുണർന്ന് ചുംബിക്കുമായിരുന്നു. ഡെല്ല തൻ്റെ കരച്ചിലൊന്ന് ഒതുങ്ങിയപ്പോൾ പൗഡർ പൂശുന്ന പഴയ തുണിയെടുത്ത് തൻ്റെ തുടുത്ത കവിളുകൾക്ക് മേൽ അരുമയോടെ തലോടി. ജനാലയുടെ അരികിൽ നിന്നിരുന്ന ഡെല്ലയുടെ കാഴ്ചയിൽ നരച്ച വേലിമേൽ താല്പര്യമില്ലാതെ നടക്കുന്ന ഒരു നരച്ച പൂച്ചയുടെ ചലനങ്ങൾ വന്നുപെട്ടു. വേലിയും അതിനിരുപുറവുമുള്ള സർവ്വതും വിളറി നരച്ച് വർണ്ണം വെടിഞ്ഞതായി ഡെല്ല കണ്ടു. നാളെയാണ് ക്രിസ്തുമസ്. തൻ്റെ പക്കലുള്ളത് വെറും $1.87. അതുകൊണ്ടാണ് ജിമ്മിന് ഒരു ക്രിസ്തുമസ് സമ്മാനം വാങ്ങേണ്ടത്. വീട്ടുചെലവിൽ കുറവ് വരുത്തിയും വ്യാപാരികളോട് കൂസലില്ലാതെ വിലപേശിയും മാസങ്ങൾ കൊണ്ട് സമ്പാദിക്കാൻ കഴിഞ്ഞത് ഈ നിസ്സാര തുകയാണ്. ഒരാഴ്ചയിൽ $20 എന്തിനു തികയും? ചെലവുകൾ തൻ്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമാണ്. അവ എന്നും അങ്ങനെ തന്നെ. ഈ നിസ്സാര തുകയായ $1.87 കൊണ്ട് ജിമ്മിന് എങ്ങനെ താനൊരു സമ്മാനം വാങ്ങും? എൻ്റെ പ്രിയപ്പെട്ട ജിം, ഞാൻ എന്തു ചെയ്യും? ക്രിസ്തുമസിന് ജിമ്മിന് വിലപ്പെട്ട ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കണം എന്നവൾ ആഗ്രഹിച്ചിരുന്നു. വിലപ്പെട്ടത് എന്നാൽ ആ സമ്മാനം സ്വന്തമായി കിട്ടിയതിൽ അയാൾക്ക് എന്നും അഭിമാനിക്കാൻ പറ്റുന്നത്ര വിലപ്പെട്ട സമ്മാനം. മനോഹരമായ ഒന്ന്, വിലപിടിപ്പുള്ള ഒന്ന്, തികച്ചും അസാധാരണമായ ഒന്ന്. എത്രമാത്രം മണിക്കൂറുകളാണ് താൻ ജിമ്മിന് വേണ്ടി വാങ്ങുന്ന സമ്മാനത്തെക്കുറിച്ച് മനോരാജ്യം കണ്ട് ചെലവിട്ടിരിക്കുന്നത്? അവൾ വേദനയോടെ ചിന്തിച്ചു. അവരുടെ ഫ്ലാറ്റ് മുറിയിൽ ഒരു നിലക്കണ്ണാടി ഉണ്ടായിരുന്നു. അവരെപ്പോലെയും ആ ഫ്ലാറ്റ് പോലെയും ദരിദ്രമായ മെലിഞ്ഞ ഒരു കണ്ണാടി. വണ്ണം തീരെ കുറഞ്ഞ ഒരാൾക്ക് മാത്രമേ ആ കണ്ണാടിയിൽ നോക്കി സ്വരൂപം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തീരെ വണ്ണം കുറഞ്ഞ യുവതിയായ ഡെല്ല അതിനുള്ള പാഠവും സ്വായത്തമാക്കിയിരുന്നു. കണ്ണാടിയിൽ നോക്കി നിൽക്കെ പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ അനിതരസാധാരണമായ ഒരു തിളക്കം കുടിയേറി.
എന്നാൽ 20 സെക്കൻഡുകൾക്കകം അവളുടെ മുഖം നിറം വാർന്നു വിളർക്കുകയും ചെയ്തു. ധൃതിയിൽ ഡെല്ല അവളുടെ മുടിക്കെട്ട് അഴിച്ചുലർത്തി. നീണ്ട കേശഭാരം അവളുടെ പിന്നിൽ കനത്തു കിടന്നു. ഡെല്ലയ്ക്കും ജിമ്മിനും അവരുടെ ദാരിദ്ര്യത്തിലും അഭിമാനം പകരുന്ന 2 വസ്തുക്കൾ അവിടെയുണ്ട്. ഒന്ന് ഡെല്ലയുടെ മുടിയാണ്. അഴിച്ചിട്ടാൽ മുട്ടുവരെ എത്തുന്ന പനങ്കുല പോലെയുള്ള മുടി. അഴിഞ്ഞു വീഴുമ്പോൾ ഒരു വെള്ളച്ചാട്ടം പോലെ തോന്നിക്കും. അവൾ തൻ്റെ ജനാലയുടെ അരികിൽ നിന്ന് മുടി അഴിച്ചിട്ടാൽ അത് ശേബാരാജ്ഞിയുടെ മുഴുവൻ പ്രതാപത്തിനും മുകളിലാവും. ജിമ്മിന് അഭിമാനം പകരുന്നത് അയാളുടെ മനോഹരമായ വാച്ചാണ്. സുവർണ്ണ നിറത്തിലുള്ള വാച്ച്. അതയാൾക്ക് ലഭിച്ചത് തൻ്റെ പിതാമഹനിൽ നിന്നാണ്. അദ്ദേഹത്തിൽ നിന്ന് തൻ്റെ പിതാവിന് ലഭിച്ചു. ഇപ്പോൾ തനിക്കും. അത് കയ്യിലണിയുമ്പോൾ ജിമ്മിൻ്റെ അഴക് 10 മടങ്ങ് വർദ്ധിക്കുമെന്നാണ് ഡെല്ല കരുതുന്നത്. ജിമ്മിനുള്ള ക്രിസ്തുമസ് സമ്മാനം വാങ്ങുവാൻ തൻ്റെ പക്കലോ വെറും $1.87 മാത്രം. കണ്ണാടിയിൽ നോക്കി അവൾ ഒരു നിമിഷം നിന്നു. പിന്നെ തിടുക്കത്തിൽ വേഷം ധരിച്ചു. മുടി ചീകുമ്പോൾ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ അവൾ അതിവേഗം കോണിപ്പടികൾ ചാടിയിറങ്ങി. പിന്നീട് അവൾ ഓടുകയായിരുന്നു. തെരുവിൽ ഒരു കടയുടെ മുന്നിൽ അവൾ നിന്നു. മാഡം സാഫ്രോണി, കേശവ്യാപാരം എന്നായിരുന്നു ആ കടയുടെ മുന്നിലെ ബോർഡ്. വെളുത്തുതടിച്ച മാഡം സഫ്രോണി എന്ന കടയുടമയുടെ മുന്നിൽ അവൾ കിതച്ചുകൊണ്ട് നിന്നു. മാഡം അവളെ ഉറ്റുനോക്കി. നിങ്ങൾ എൻ്റെ മുടി വിലയ്ക്ക് വാങ്ങുമോ? ഡെല്ല ചോദിച്ചു. ഞാൻ മുടി വാങ്ങും. ബോർഡ് കണ്ടില്ലേ? കേശവ്യാപാരമാണ് എൻ്റെ തൊഴിൽ. ആ തൊപ്പിയെടുത്ത് മാറ്റ്. ഞാൻ ആ മുടിയൊന്ന് കാണട്ടെ. ഡെല്ല തൊപ്പിയൂരി. തവിട്ട് നിറമാർന്ന വെള്ളച്ചാട്ടം കുതിച്ചു ചാടി. $20. പരിചയസമ്പന്നമായ കരങ്ങളിൽ ആ മുടിയിഴകൾ താങ്ങി നോക്കിയിട്ട് മാഡം സഫ്രോണി പറഞ്ഞു. തരൂ, പെട്ടെന്നാകട്ടെ, ഡെല്ല പറഞ്ഞു. പിന്നീടുള്ള 2 മണിക്കൂറുകൾ സ്വർഗീയ സുന്ദര റോസാതലങ്ങളുടെ ചിറകിൽ പറക്കുകയായിരുന്നു. ഡെല്ല ജിമ്മിനുള്ള സമ്മാനം തെരഞ്ഞു നടന്ന സമയമായിരുന്നു ആ 2 മണിക്കൂറുകൾ. അവസാനം അവളത് കണ്ടെത്തുക തന്നെ ചെയ്തു. ജിമ്മിന് വേണ്ടി തന്നെ നിർമ്മിക്കപ്പെട്ട ഒന്നാണതെന്ന് അവൾക്ക് തോന്നി. ആ തെരുവിലെ മിക്ക കടകളും അവൾ അരിച്ചു പെറുക്കി നോക്കിയിരുന്നു. അതിനോളം അനുയോജ്യമായ മറ്റൊരു സമ്മാനം കണ്ടെത്താൻ അവൾക്ക് സാധിച്ചില്ല. ലളിതമനോഹരമായി നിർമ്മിച്ച ഒരു പ്ലാറ്റിനം ചെയിനായിരുന്നു അത്. അലങ്കാരവേലകളേക്കാൾ നിർമ്മിതിക്ക് ഉപയോഗിച്ച വസ്തുവും ലാളിത്യവും കൊണ്ട് അമൂല്യമായ ഒരു ചെയിൻ. ജിമ്മിൻ്റെ വാച്ച് തൂക്കിയിടാൻ പറ്റിയ ഒരു ചെയിൻ. ഒരുപക്ഷേ ആ വാച്ചിനേക്കാൾ മഹത്തരമാണതെന്ന് അവൾക്ക് തോന്നി. ആഡംബരമില്ല, മൂല്യമോ ഏറെയും. ജിമ്മിന് പറ്റിയ സമ്മാനം. ജിമ്മിനെ പോലെ തന്നെയാണ് ആ ചെയിനും. $21 വിലയ്ക്ക് അവളത് വാങ്ങി. ശേഷിച്ച 87 സെൻറ്റുമായി അവൾ വീട്ടിലേക്ക് മടങ്ങി. ഈ ചെയിൻ ജിമ്മിൻ്റെ വാച്ചിൽ ചേർത്തു കഴിഞ്ഞാൽ ഏതു സദസ്സിലും സമയമറിയുന്നതിനായി ജിം ഇടയ്ക്കിടെ ആ വാച്ചെടുത്തൊന്ന് നോക്കും. ഇപ്പോഴുള്ള ലെതർ നാട കാരണം ജിം രഹസ്യമായി മാത്രം സമയം നോക്കുന്ന കാര്യം ഡെല്ല ഓർമ്മിച്ചു. വീട്ടിലെത്തിയ ഡെല്ലയുടെ കിനാക്കൾ തൽക്കാലം വിവേചന ബുദ്ധിക്ക് വഴിമാറി. അവളുടെ തലയിൽ അവശേഷിച്ച നീളം കുറഞ്ഞ മുടിയിഴകളെ അവൾ കൗതുകപൂർവ്വം നോക്കി. എന്നിട്ട് മുടി ചുരുട്ടുന്ന ഉപകരണമെടുത്ത് അവൾ ആ ഇഴകൾ ചുരുട്ടി വയ്ക്കാൻ തുടങ്ങി. 40 മിനിറ്റുകൾക്കകം അവളുടെ ശിരസ്സാകെ മുടിച്ചുള്ളുകൾ കൊണ്ട് മൂടി. ആ നിലയിൽ അവളെ കണ്ടാൽ കുരുത്തം കെട്ടവനായ ഒരു സ്കൂൾ കുട്ടിയാണെന്നേ തോന്നൂ. കണ്ണാടിയിൽ കണ്ട അവളുടെ പ്രതിബിംബത്തെ അവൾ ശ്രദ്ധാപൂർവം നിരൂപണ ബുദ്ധിയോടെ നിരീക്ഷിച്ചു. ഈ രൂപത്തിൽ ജിം എന്നെ ഇഷ്ടപ്പെടാതെ വരുമോ? അവൾ സ്വയം ചോദിച്ചു. രണ്ടാമതൊന്നുകൂടി എൻ്റെ നേർക്ക് നോക്കാതെ ഏതോ നാടോടി സംഘത്തിലെ പാട്ടുകാരി പെണ്ണിനെ എന്നോണം എന്നോട് താല്പര്യക്കുറവ് തോന്നുമോ? ഒരു നിമിഷം അവൾ അന്ധാളിച്ചു പോയി. പക്ഷേ എൻ്റെ ജിം, $1.87 കൊണ്ട് നിങ്ങൾക്കൊരു നല്ല സമ്മാനം വാങ്ങാൻ എനിക്ക് കഴിയില്ലായിരുന്നു.
വൈകുന്നേരം 7 മണിക്ക് കോഫി ഒരുക്കി അവൾ കാത്തിരുന്നു. അത്താഴത്തിനുള്ള വക ഒരുക്കുന്നതിന് അടുപ്പ് തയ്യാറായിരുന്നു. ജിം ഒരിക്കലും വൈകാറില്ല. ജിം കയറി വരുന്ന വാതിലിനടുത്തുള്ള മേശയുടെ മൂലയിൽ ഡെല്ല അക്ഷമയോടെ കാത്തിരുന്നു. പ്ലാറ്റിനം ചെയിൻ 2 മടക്കി അവൾ കരുതിയിരുന്നു. പടിക്കെട്ടിലെ 1ാമത്തെ പടിയിൽ അവൾ കാലൊച്ച കേട്ടു. ഒരു നിമിഷാർദ്ധ നേരത്തേക്ക് അവളൊന്ന് വിളറി. ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് പോലും മൂകമായി പ്രാർത്ഥിക്കാറുള്ള ഡെല്ല അന്നേരം പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ സുന്ദരി തന്നെയാണെന്ന് അവൻ്റെ മനസ്സിൽ നീ തോന്നിപ്പിക്കണമേ. വാതിൽ തുറന്നു. ജിം അകത്ത് കടന്നു. വാതിലടച്ചു. നന്നേ മെലിഞ്ഞ ഒരു 22കാരൻ. പുതിയ ഓവർകോട്ട് അത്യാവശ്യമാണ് എന്നവൻ്റെ വേഷം വിളിച്ചു പറയുന്നു. അവൻ്റെ കൈകളിൽ കയ്യുറ ഉണ്ടായിരുന്നില്ല. ജിം അവളെ നോക്കി. നിശ്ചലനായി നിന്നു അയാൾ. അയാളുടെ കണ്ണുകളിൽ നിറഞ്ഞ വികാരഭേദങ്ങൾ വായിക്കാൻ അവൾക്ക് ത്രാണിയുണ്ടായില്ല. അതവളെ ഭയപ്പെടുത്തി. അത് കോപമല്ല, അതിശയമല്ല, അംഗീകാരമില്ലായ്മയല്ല, ഭയമല്ല. അവൾ മനസ്സുകൊണ്ട് തയ്യാറായി ഇരുന്നിരുന്ന ഒന്നുമല്ല. എന്തെന്ന് പറയാൻ പറ്റാത്തൊരു ഭാവത്തോടെ അയാൾ അവളെ സൂക്ഷിച്ചു നോക്കി. അവൾ ആ മേശയുടെ വക്കിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. അവൻ്റെ നേരെ ആഞ്ഞ അവൾ വിതുമ്പി. ജിം, എൻ്റെ പ്രിയനെ, എന്നെ അങ്ങനെ നോക്കരുതേ. നോക്കൂ, ഞാനെൻ്റെ മുടി മുറിച്ച് വിറ്റു. അതല്ലാതെ നിങ്ങൾക്കൊരു ക്രിസ്തുമസ് സമ്മാനം വാങ്ങാൻ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു. എൻ്റെ ജിമ്മിനൊരു സമ്മാനം നൽകാതെ ഈ ക്രിസ്തുമസിന് ജീവനോടെ ഇരിക്കാൻ എനിക്കാവില്ലായിരുന്നു. വിഷമിക്കരുത് ജിം. എൻ്റെ മുടി വളരെ വേഗം വളരുമെന്ന് ജിമ്മിന് അറിവുള്ളതല്ലേ. എന്നോട് മേരി ക്രിസ്മസ് പറയൂ ജിം. നമുക്ക് സന്തോഷമായി ഇരിക്കാം. എത്ര സുന്ദരമായ മഹനീയ സമ്മാനമാണ് ഞാൻ എൻ്റെ ജിമ്മിനായി വാങ്ങിവെച്ചിരിക്കുന്നത് എന്നറിയാമോ? നീ നിന്റെ മുടി മുറിച്ചു അല്ലേ? നിലവിൽ നിൽക്കുന്ന അവസ്ഥയോട് പൊരുത്തപ്പെടാൻ അയാൾ പ്രയാസപ്പെട്ടു. മുറിക്കുക മാത്രമല്ല, അത് വിറ്റു, ഡെല്ല പറഞ്ഞു. നിനക്കെന്നെ പഴയതുപോലെ ഇഷ്ടമല്ലേ ജിം? മുടി പോയാലും ഞാൻ നിന്റെ ഡെല്ല തന്നെയല്ലേ? ജിം മുറിയാകെ നോട്ടമെറിഞ്ഞു. നീ പറയുന്നു നിന്റെ മുടി പോയെന്ന്. ഒരു മണ്ടനെ പോലെ അയാൾ മൊഴിഞ്ഞു. അതെ, നീ അത് നോക്കേണ്ട. ഞാനത് വിറ്റു. നോക്കൂ ജിം, ഇന്ന് ക്രിസ്തുമസ് ഈവാണ്. എന്നോട് നന്നായി പെരുമാറ്. നിനക്ക് വേണ്ടിയാ ഞാനത് വിറ്റ് കളഞ്ഞത്. ഒന്ന് നിർത്തിയിട്ട് ഗൗരവപൂർണമായ മാധുര്യത്തോടെ അവൾ തുടർന്നു. എൻ്റെ മുടിയിഴകൾ വേണമെങ്കിൽ എണ്ണാൻ പറ്റും. പക്ഷേ എനിക്ക് നിന്നോടുള്ള സ്നേഹം അതാർക്കാ അളക്കാൻ പറ്റുക? ഞാൻ അത്താഴം എടുക്കട്ടെ ജിം? ജിം മയക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഞൊടിയിടയിൽ അവൻ ഡെല്ലയെ ഇറുകെ പുണർന്നു. പിന്നെ അകന്നു മാറിയ ജിം ഓവർകോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൊതിയെടുത്ത് മേശപ്പുറത്തേക്ക് എറിഞ്ഞു. എന്നെ തെറ്റിദ്ധരിക്കല്ലേ മോളെ. ഒരു പ്രാവശ്യം മുടി മുറിച്ചതുകൊണ്ടോ ഷേവ് ചെയ്തതുകൊണ്ടോ ഷാമ്പു മാറിയതുകൊണ്ടോ എൻ്റെ പെണ്ണിനെ ഞാൻ സ്നേഹിക്കുന്നതിൽ ഒരു കുറവും വരില്ല. പക്ഷേ നീ ആ പാക്കറ്റ് ഒന്ന് അഴിച്ചു നോക്കൂ. അപ്പോൾ മനസ്സിലാവും ഞാൻ സ്തബ്ധനായി പോയത് എന്തുകൊണ്ടെന്ന്. വെളുത്തു നീണ്ട വിരലുകൾ ധൃതിയിൽ ആ പാക്കറ്റ് അഴിച്ചു. അവളുടെ മുഖത്തു നിന്ന് അധിക സന്തോഷസൂചകമായൊരു ശബ്ദം പുറപ്പെട്ടു. ആമത്തോടുകൊണ്ട് പണിത് അരികുകളിൽ വിലയുള്ള കല്ലുകൾ പതിപ്പിച്ച മനോഹരമായ കോംബ് ഹെയർ ക്ലിപ്പുകളായിരുന്നു ആ പാക്കറ്റിൽ. അവ സ്വന്തമാക്കണമെന്നും സമൃദ്ധമായ തൻ്റെ മുടിക്കെട്ടിൽ അവ അലങ്കാരമായി അണിഞ്ഞുകൊണ്ട് അഭിമാനപൂർവ്വം നടക്കണമെന്നും അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും അത് സാധിക്കില്ല എന്നവൾക്ക് നന്നായി അറിയാമായിരുന്നു. നിരവധി തവണ കടയിൽ ആ വസ്തു നോക്കി അവൾ കൊതിയോടെ നിന്നിട്ടുണ്ട്. വിലപിടിപ്പുള്ള കോംബ് ഹെയർ ക്ലിപ്പുകൾ. ഇന്നവ അവൾക്ക് ക്രിസ്തുമസ് സമ്മാനമായി അവളുടെ പ്രിയൻ കൊടുത്തിരിക്കുന്നു. എന്നാൽ ആ അലങ്കാരം വഹിക്കേണ്ടുന്ന നീണ്ട കേശഭാരം അവൾക്കിന്നില്ല. അവൾ ആ ക്ലിപ്പുകൾ മാറത്തു ചേർത്ത് വെച്ചു. ജിം, എൻ്റെ മുടി വളരെ വേഗം വളരും.
ഇല്ലേ? എന്നിട്ടവൾ ചൂടേറ്റ പൂച്ചയെപ്പോലെ നിലവിളിച്ചു. അവനായി അവൾ വാങ്ങിയ സമ്മാനം ജിം കണ്ടില്ലായിരുന്നു. അവൾ അവളുടെ ഉള്ളംകൈയിൽ വെച്ച് അതവനെ കാണിച്ചു. ആ വിലയേറിയ ലോഹം അവളുടെ ആത്മാവിൽ നിറയുന്ന സ്നേഹം പോലെ തിളങ്ങി. തെരുവ് മുഴുവൻ അരിച്ചുപെറുക്കി ഞാൻ കണ്ടെത്തിയതാ ഇത്. ഈ ചെയിൻ വാച്ചിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടന് ഒരു ദിവസം 100 പ്രാവശ്യം അഭിമാനത്തോടെ സമയം നോക്കാം. താ, ആ വാച്ചിങ്ങുതാ, ഞാൻ നോക്കട്ടെ ഇതാ വാച്ചിന് എത്രമാത്രം യോജിച്ചതാണെന്ന്. അവൾ പറഞ്ഞതനുസരിക്കാതെ ജിം പഴയ കിടക്കയിലേക്ക് ചാഞ്ഞിരുന്നു. ഒരു ചെറു പുഞ്ചിരിയോടെ അയാൾ സാവധാനം പറഞ്ഞു, ഡെല്ല, നമുക്ക് നമ്മുടെ ക്രിസ്തുമസ് സമ്മാനങ്ങൾ തൽക്കാലം മാറ്റിവെക്കാം. ഉപയോഗിക്കാൻ കഴിയാത്തത്രയ്ക്ക് മേന്മയുള്ളവയാണവ. ഡെല്ല, നിനക്കിത് വാങ്ങാൻ പണം ലഭിക്കാനായി ഞാൻ എൻ്റെ വാച്ച് വിറ്റു. ഇനി എൻ്റെ മോൾ അത്താഴമൊരുക്ക്.